എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. ചുവന്ന നാരങ്ങാച്ചാറിനെക്കാട്ടിലും എനിക്കിഷ്ടം എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന ഈ വെള്ള നാരങ്ങാച്ചാറാണ്. അമ്മ ഇത് വളരെ എളുപ്പത്തിലാണ് ഉണ്ടാക്കിയിരുന്നത്. ഉണ്ടാക്കിയാൽ ഉടനെ തന്നെ നമുക്കിത് കഴിച്ചും തുടങ്ങാം. നമ്മുടെ ചാനൽ തുടങ്ങിയ തുടക്ക സമയത്ത് ഞാനിതിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അങ്ങനെ ടെൻഷൻ അടിച്ചൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടായിരിക്കാം ഒരു വലിയ മിസ്റ്റേക്ക് അതിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ കാണുമ്പോഴാണ് കായത്തിന് പകരം ഉലുവ എന്നൊക്കെ എഴുതിയിരുന്നതെന്ന് ശ്രദ്ധിക്കുന്നത്. പിന്നെ നമ്മുടെ വീഡിയോ അന്ന് അധികാരം കാണാത്തതുകൊണ്ട് വലിയ പ്രശ്നമായില്ല. ഇതൊരു ഇൻസ്റ്റൻറ്റ് റെസിപ്പിയാണ്. സാധാരണ നാരങ്ങാച്ചാർ പോലെ ഒരുപാട് നാളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കിയാൽ അപ്പം തന്നെ കഴിച്ചു തുടങ്ങാം. പിറ്റേന്നൊക്കെ ആകുമ്പോൾ തന്നെ അത് സെറ്റാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത നാരങ്ങ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1/2 കിലോ നാരങ്ങയാണ് വേണ്ടത്. ഇവിടെ 1/2 കിലോയിലും കുറച്ച് കുറവായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 450 ഗ്രാമോളം നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് പുഴുങ്ങിയെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. പകരം നമ്മളിത് 8ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 2ആയിട്ട് നടുവിനെ മുറിച്ചിട്ട് ഓരോ പീസ് 4ആയിട്ട് മുറിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാട് ഉപ്പ് ചേർക്കാറില്ല അങ്ങനെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ അടച്ച് വെക്കാൻ പാടില്ല, കാരണം പതഞ്ഞ് പൊങ്ങി വരും. തുറന്ന് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഏറ്റവും ചെറിയ ബർണറിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നോളും. ലോ ഫ്ലെയിമിലിരിക്കുമ്പോൾ ഇതുപോലെ വെള്ളം കൂടി വരുന്നത് കാണാൻ പറ്റും. ഇടയ്ക്ക് മാത്രം അടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10-15 മിനിറ്റിൽ തന്നെ ഇത് കുക്കായി കിട്ടും. നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റായി കളറൊക്കെ ഒന്ന് മാറി വരും. ആ ഒരു സമയമാവുന്നവരെ മാത്രം നമ്മളിത് കുക്ക് ചെയ്തെടുത്താലും മതിയാകും. ഇതിലെ വെള്ളം മൊത്തം വറ്റി പോകാനായിട്ട് നിൽക്കരുത്. ആ ഒരു ചാറിങ്ങനെ കൊഴുത്തിരിക്കണം. അതാണ് അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. നാരങ്ങ കുക്കായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാവുന്നതാണ്. 1/2 കപ്പ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 30-35 വെളുത്തുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലുതാണ് എടുത്തിരിക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 10 യൂസ് ചെയ്യാവുന്നതാണ്. 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയാണ് നമുക്ക് ഇഞ്ചിയെക്കാട്ടിലും കൂടുതലായിട്ട് വേണ്ടത്. ഇഞ്ചി ഇതുപോലെ കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ചെറുതാണെന്നുണ്ടെങ്കിൽ അരിയേണ്ട ആവശ്യമില്ല. വലുതാണെന്നുണ്ടെങ്കിൽ നീളത്തിൽ ഇതുപോലെ മുറിച്ചെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകിന് പകരം കാന്താരി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ കാന്താരി എടുക്കാനില്ലായിരുന്നു, അതുകൊണ്ടിട്ടാണ് ഞാൻ പച്ചമുളക് എടുത്തിരിക്കുന്നത്. കാന്താരി ആണെന്നുണ്ടെങ്കിൽ അരിയേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് നല്ലെണ്ണ ജിഞ്ചല്ലി ഓയിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചധികം എണ്ണ ചേർത്ത് കൊടുത്തോളൂ. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നാലും മതിയാകും. ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പിലയൊക്കെ നല്ല മൂത്ത് വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വറുത്ത ഉലുവയുടെ പൊടി, 3/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. പൊടികൾ ചേർത്ത് കൊടുത്താൽ ഉടനെ തന്നെ നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുത്താലും മതിയാകും. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനീഗർ ഓപ്ഷണലാണ്. ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വിനീഗർ ചേർത്താൽ ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിത് 2 ദിവസം പുറത്ത് വെച്ചതിന് ശേഷം പിന്നീട് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുപ്പിയൊക്കെ നല്ല ഡ്രൈ ആണെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.